ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാജപ്പൻ ആണെങ്കിൽ ആ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശൻ 2 വീലറിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ രാജപ്പനെ കാണുമ്പോൾ വണ്ടി അവിടെ നിർത്തിയിട്ട് ആളുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ പ്രകാശനോട് രാജപ്പൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാ പ്രകാശ നീ പായുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ പരോളില് ജയിലിൽ നിന്ന് എന്ന് പറയാണ്. ആരുടെ കാര്യം നീ പറയുന്നത് എന്ന് രാജപ്പൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ മകന്റെ കാര്യം, വിക്രം എന്ന് പറയാണ്. ഓ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങി. എന്തിനാ ഇവനൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത്? ഇവന് അവിടെ തന്നെ കിടന്നാ പോരെ. പിന്നെ സൂക്ഷിക്കണം കേട്ടോ, അവൻ നിന്റെ പെൺമക്കളെ എന്തെങ്കിലും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പൊ നീ ഇപ്പൊ എവിടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവനെ ഒന്ന് കാണണം, അവനെ കണ്ടിട്ട് എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ആ സമയത്ത് രാജപ്പൻ പറയാണ്, നീ കാണുകയാണെങ്കിൽ നീ എന്നെയും കൂടി വിളിക്കണം, കാരണം നമുക്ക് 2 പേർക്കും കൂടി അവനെ കൈകാര്യം ചെയ്യാം. അവനെ കൊന്നു കളഞ്ഞാൽ അത്രയും ഉപകാരമാണടാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാജപ്പണ്ണൻ അവനെ കാണുകയാണ്, എന്നെ അറിയിക്കണം എന്ന് പറയുമ്പോൾ അത് ഞാൻ ഉറപ്പായിട്ട് നിന്നെ വിളിച്ചറിയിക്കാം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും കണ്ടായിരുന്നോ എന്നും കൂടി ചോദിക്കുന്നുണ്ട് പ്രകാശൻ. അപ്പൊ ഇല്ല എന്ന് രാജപ്പൻ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് അതെ, ആ രാഹുൽ എന്ന് പറയുന്നവന് കാട്ടിൽ മരണപ്പെട്ടു എന്ന് പറയണ കേട്ടല്ലോ എന്ന് പറയുമ്പോൾ പ്രകാശം പറയാണ്, ആവോ എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അതെ, എന്തായാലും അവനൊക്കെ എന്തിൻ്റെ ഇതായിരുന്നു ഇപ്പോൾ ഇങ്ങനെ മരിക്കേണ്ടത്? അവനൊക്കെ ജീവിക്കാൻ എന്തെങ്കിലും മാർഗമില്ലാഞ്ഞിട്ടാണ്, സുഖമായി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലേ ആയിരുന്നത്. എന്നിട്ട് ഈ പറയുന്ന ഗംഗപ്രസാദും അതുപോലെ ഈ രാഹുലൊക്കെ മരണപ്പെട്ടതുപോലെ തന്നെ നിന്റെ മകനും ഉണ്ടാകൂടെ അങ്ങനെ ഒരു മരണം. എന്തായാലും നമ്മളൊക്കെ അതുപോലെ തന്നെയല്ലേ ആയിരുന്നത്. എനിക്കൊക്കെ എന്തിൽ കുറവായിരുന്നു, കാശൊക്കെ ധാരാളം ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ നല്ല രീതിയിൽ നടന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ ശരിക്കും ജീവിതം എന്താണെന്ന് പഠിച്ചു. നിന്റെ കല്യാണി മോളുണ്ടല്ലോ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കടമുണ്ടല്ലോ, അത് മുഴുവനും പിന്നെ കുറച്ച് പൈസ കൂടുതലും എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അത് മതിയടാ, എനിക്ക് സുഖമായി അതിൻ്റെ പലിശ കിട്ടി ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്നാലും കല്യാണി മോൾ എന്നെ വിളിക്കുന്നുണ്ട്, കമ്പനിയിൽ ഏതെങ്കിലും ഒരു സൈറ്റിൻ്റെ മേൽനോട്ടം നടത്തി ജോലിക്ക് കയറിക്കൊള്ളാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയണം. അപ്പം പ്രകാശൻ അങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തായാലും നിന്റെ മോനെ നീ സൂക്ഷിച്ചോളണം എന്ന് പറയുമ്പോൾ ശരി രാജപ്പണ്ണ, അവൻ എന്തായാലും അവനെ കണ്ടെത്തണമെന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു കിരണിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കിരണിൻ്റെ അരികിലേക്ക് വരുമ്പോൾ സരി അവിടെ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, നമ്മുടെ ഹിറ്റ് ലിസ്റ്റിലെ ഒരാൾ കൂടി പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പം നമ്മുടെ സരി അറിയാത്ത പോലെ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അത് അവൻ വിക്രം തന്നെ എന്ന് പറയുകയാണ്. അവനെയും കൂടി കൊല്ലണം കിരണെ, അവനെ ജീവിച്ചിരിക്കാൻ അനുവദിക്കരുത് എന്നിങ്ങനെ നമ്മുടെ സരയി പറയുകയാണ്. എന്തിനാ ഒരാളെ ആവശ്യമില്ലാതെ കൊല്ലുന്നത്? നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നാൽ മാത്രമല്ലേ സരി അങ്ങനെയൊക്കെ ചെയ്യേണ്ടു എന്ന് കിരൺ മറുപടി പറയുകയും ചെയ്യുകയാണ്. എന്തായാലും അവനെ സൂക്ഷിക്കണം, നിന്നെയും കല്യാണിയൊക്കെ ആയിരിക്കും അവൻ ഉന്നം വെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ സരയു കിരണിനെ അറിയിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവൻ എത്ര ദിവസം ഉണ്ടാകും പരോളിൽ എന്നിങ്ങനെ സരയു അറിയാത്ത പോലെ ചോദിക്കുകയാണ്. അതൊന്നും അറിയില്ല എന്ന് കിരൺ മറുപടി പറയുന്നുണ്ട്. എന്നാലും എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ സരി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ കിരൺ അങ്ങനെ ഇരിക്കുമ്പോൾ സരി ഒന്ന് തിരിഞ്ഞു നോക്കി പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ പ്രകാശൻ ഒരു തട്ടുകടയിൽ അവിടെ ചായ കുടിക്കാനും എന്ന രീതിയിൽ രാത്രിയാണ് അവിടെ ഇങ്ങനെ 2 വീലർ വെച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതേ തട്ടുകടയിൽ നമ്മുടെ വിക്രം ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് വാരി വലിച്ച് അങ്ങനെ തിന്നുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് പ്രകാശം കാണുകയാണ്. പ്രകാശം മറിഞ്ഞു നിന്ന് അവനെ നോക്കുന്നുണ്ട്. ഞാൻ അന്വേഷിച്ച് നടന്നത് വെറുതെയായില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഇവൻ എന്തായാലും എൻ്റെ കൺമുന്നിൽ തന്നെ എത്തിച്ചല്ലോ. എന്തായാലും ഇവൻ എവിടേക്കാണ് പോകുന്നത്? ഇവൻ എന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കാനാണോ പോകുന്നത്? അത് എനിക്ക് എന്തായാലും അറിഞ്ഞേ പറ്റൂ എന്നും പറഞ്ഞ് പ്രകാശൻ അവൻ അങ്ങനെ മറഞ്ഞു നിന്ന് നോക്കി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ ഈ പറയുന്ന വിക്രം നേരെ പോകുന്നത് അവൻ്റെ കൂട്ടുകാരൻ്റെ അരികിലേക്കാണ്. അപ്പോൾ ഒരു വലിയൊരു വീട്ടിൽ ആ കൂട്ടുകാരൻ അങ്ങനെ നിൽക്കുന്നുണ്ട്, ആ വീടിൻ്റെ താക്കോലും പിടിച്ച്. അപ്പോൾ വിക്രം അവിടേക്ക് ഇരുട്ടിൻ്റെ മറവിലൂടെ അങ്ങനെ പതുക്കെ ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ വന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരൻ. അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, ഇതാരുടെ വീടാടാ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊരു ഡൽഹിക്കാരൻ്റെ വീടാണ്, അയാൾ ഇവിടെ പോകുന്ന സമയത്ത് ഞാനും കൂട്ടുകാരും കൂടി ഇവിടെ താമസിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുണ്ടറാ, ഞങ്ങൾ എന്തായാലും ഇവിടെ താമസിച്ച് അടിച്ചു പൊളിച്ചതിന് ശേഷം ഈ വീടൊക്കെ നല്ല വൃത്തിയായി ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ തിരികെ പോകും, അയാളൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ഉപകാരമുള്ളത് ഇവിടെ CCTV ഇല്ല, ആളൊരു പിശുക്കനായതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ല, അടുത്ത വീട്ടിലും ഇല്ല CCTV ഒന്നും, അതൊരു ഉപകാരമായി എന്ന് പറയുന്നുണ്ട്.
നിനക്ക് ഈ വീട് പോരെ എന്ന് ചോദിക്കുകയാണ് അവൻ. അപ്പോൾ ആ സമയത്ത് വിക്രം പറയുന്നുണ്ട്, എടാ എനിക്കൊരു മുറി ആയാലും മതി, എനിക്കൊന്ന് താമസിക്കാം, പിന്നെ ഭക്ഷണം വെച്ച് വിളമ്പാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടടാ ഇവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പം അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ട് വരാം, അളിയ ഇവിടെ ഇരുന്നോ എന്ന് പറയാണ്. എന്തായാലും എൻ്റെ സഹോദരിമാരെയൊക്കെ ഇല്ലാതാക്കണം എന്ന് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ അളിയനെയും. അപ്പോൾ അവൻ പറയുകയാണ് അതിത്തിരി കടുപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന കാര്യം നമ്മുടെ പ്രകാശൻ റോഡിൽ വന്നിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ, ആ മതിലിൻ്റെ അവിടെ മറിഞ്ഞു നിന്ന് ഇവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. പ്രകാശൻ അങ്ങനെ അവിടെ നിന്നും ഇവൻ്റെ താമസ സ്ഥലം മനസ്സിലാക്കിയ പ്രകാശൻ അവിടെ നിന്നും അവരറിയാതെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരൻ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. വിക്രം അകത്തേക്ക് കടന്ന് പോവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി അച്ഛനെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല. അപ്പോഴേക്കും അവിടേക്ക് കാദംബരി കല്യാണിക്കുള്ള മരുന്നുമായിട്ട് വരികയാണ്. അപ്പോൾ മരുന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചതിന് ശേഷം, മരുന്ന് കഴിച്ചതിന് ശേഷം കല്യാണി പറയുന്നുണ്ട്, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ചേച്ചി, എവിടേക്കാണ് പോയത് എന്ന് അറിയില്ലല്ലോ എന്ന് പറയാണ്. അച്ഛൻ വരും, നീ ടെൻഷൻ അടിക്കേണ്ട, ഒരുത്തൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അവനെ തേടി പോയതാവാനാവും സാധ്യത എന്ന് പറയുന്നുണ്ട്. എന്തായാലും അച്ഛന് വയ്യാത്തതല്ലേ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. എന്നാലും അവൻ വല്ലാത്തൊരു സാധനം തന്നെയാണ്. നമ്മുടെ അമ്മയുടെ മരണസമയത്ത് മരിച്ചതിന് ശേഷം കർമ്മങ്ങൾ ചെയ്യാൻ ആകെ ഒരു അന്തരിയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അവൻ വന്നില്ലല്ലോ കല്യാണി എന്ന് കാദംബരി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എത്രയൊക്കെ തലയിലെടുത്ത് വെച്ചതാണ് നമ്മുടെ അച്ഛനും അമ്മൂമ്മയൊക്കെ, അവരെയൊക്കെ ഇപ്പോൾ വെറുപ്പിച്ച് നിർത്തിയിരിക്കുകയല്ലേ. അതുകൊണ്ട് അവനുള്ള ശിക്ഷയും മരണം തന്നെയാണ്. അവൻ രതീഷേട്ടൻ പറയുന്നുണ്ട്, കിരൺ സാറിൻ്റെ കൈകൊണ്ട് തന്നെയായിരിക്കും അവൻ്റെ മരണമെന്ന്. അവൻ മരിച്ച അത്രയും സന്തോഷം എനിക്കെന്ന് കാദംബരി പറയുന്നുണ്ട്. ആർക്കും അപ്പോൾ അവൻ മരിക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്ന് കല്യാണിയും ചോദിക്കുകയാണ്. അങ്ങനെ ആ സമയം തന്നെ അവിടേക്ക് പ്രകാശം വരുന്നുണ്ട്. അപ്പോൾ പ്രകാശിനെ കാണുമ്പോൾ പെൺമക്കൾ അങ്ങോട്ട് ചെല്ലുകയാണ്. പെൺമക്കൾ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ അച്ഛനെ കാണാത്തതിൽ പറഞ്ഞിരിക്കുകയായിരുന്നു, ഞാൻ അവനെ വിക്രത്തിനെ അന്വേഷിച്ച് പോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയുന്നുണ്ട് പ്രകാശൻ. അപ്പം ഞങ്ങളും അവനെ തന്നെ പറ്റി പറയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ മരണശേഷം അവനൊന്നും വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, അച്ഛൻ്റെ മരണശേഷം അങ്ങനെ തന്നെ ആയിരിക്കും മക്കളെ എന്ന് പറയുകയാണ്. അങ്ങനെ ഞാനെന്താ പോട്ടെ എന്ന് പറഞ്ഞ് മുകളിലേക്ക് പ്രകാശൻ അങ്ങനെ പോകുന്നുണ്ട്. അതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെ തന്നെയാണ്. വിക്രാണെങ്കിൽ ഒരു സിമ്മ് കിട്ടിയിട്ടുണ്ട്. ആ നേരെ നമ്മുടെ സരയുവിനെ വിളിക്കുകയാണ്. അപ്പോൾ സരയു നമ്പർ ആരാണെന്ന് അറിയാതെ വേഗം തന്നെ എടുക്കുന്നുണ്ട്. ആരാന്ന് ചോദിക്കുകയാണ്. ഞാനാ സരയു വിക്രം, നീ എന്തിനാ എൻ്റെ ഫോണിലോട്ട് വിളിച്ചത് എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണ്. നീ പേടിക്കേണ്ട, ഈ സിം ഞാൻ കട്ടെടുത്തതാണ് എൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച ഉടനെ തന്നെ ഈ ബാറ്ററി അടക്കം ഞാൻ നശിപ്പിച്ച് കളയും, എൻ്റെ ഒരു 6-7 ഫോണുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ നിൻ്റെ അച്ഛനെ നീ സഹായിച്ച പോലെ എന്നെ സഹായിക്കണം, ആ കല്യാണിയെ ഒന്ന് പുറത്തിറക്കണം, എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന് പറയുകയാണ്. നിൻ്റെ അച്ഛന് പറ്റിയ പോലെ ഒരു അബദ്ധം എനിക്ക് പറ്റില്ല, എൻ്റെ കയ്യിൽ കത്തിയല്ല ഉള്ളത്, തോക്കാണുള്ളത്, നീ അതിനൊരു സാഹചര്യം ഒരുക്കണമെന്ന് പറയുമ്പോൾ ശരി നോക്കട്ടെ, നാളെ രാവിലെ തന്നെ അവളുടെ വീട്ടിലേക്ക് പോകണം, അവൾ വയ്യാത്തത് കൊണ്ട് അവളെ പുറത്തിറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്തായാലും പറ്റുമെങ്കിൽ പുറത്തിറക്കാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സരയു ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് സരയു പുറത്തേക്ക് അങ്ങനെ റൂമിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ അവിടെ താര ചെവിട് കൂർപ്പിച്ച് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇവർ പറയുന്ന സംസാരമൊക്കെ താര കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് സരയു ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഞാൻ സംസാരിച്ച വല്ലതും കേട്ടോ നിങ്ങളെന്ന് ചോദിക്കുകയാണ്. അപ്പം ഇല്ല എന്ന് താര മറുപടി പറയുന്നുണ്ട്. അങ്ങനെ ഇതെന്ന് തുടങ്ങി ഈ സ്വഭാവം എന്ന് ചോദിക്കുകയാണ്. അതെ, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, അത് വല്ലവരോടും പുറത്ത് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആരോടാ മോള് ഫോണിൽ സംസാരിച്ചു? അപ്പോൾ നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് സരയു ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ എന്തോ സംസാരിക്കുന്നത് കേട്ട് ആരാന്ന് വ്യക്തമായില്ല, എന്താണെന്ന് വ്യക്തമായില്ല എന്ന് പറയുന്നുണ്ട്. അതാരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ കാര്യം അന്വേഷിച്ചാൽ മതി. എങ്ങാനും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ നഷ്ടപ്പെടും, അറിയാലോ എൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നമ്മുടെ സരയു അകത്തേക്ക് പോകുന്നുണ്ട്. താര പേടിച്ച് അങ്ങനെ നിൽക്കുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.